അർജന്റീന വിരോധികൾ ഈജിപ്തിന്റെ വിജയത്തിനായി കാത്തിരുന്നു. ഈജിപ്തിന്റെ രണ്ടാം ഗോളിൽ അർജന്റീനക്കെതിരെ ഫുട്ബോൾ ലോകം ആഘോഷങ്ങൾ തുടങ്ങി. പക്ഷേ 10 മിനിറ്റിനകം കളി മാറി, കളിയുടെ ഗതി മാറി. അർജന്റീന മത്സരത്തിലേക്ക് തിരികെ വന്നു. ഒടുക്കം എക്സ്ട്രാ ടൈമിൽ അർജന്റീന എൻസോയുടെ ഗോളിൽ വിജയിക്കുകയും ചെയ്തു. സ്കലോണിയുടെ ടാക്ടിക്സിൽ ഫുട്ബോൾ ലോകം വിറച്ചുപോയ നിമിഷം. കേപ്പ് വെർദക്കെതിരായുള്ള മത്സരത്തിൽ സംഭവിച്ച വലിയ തെറ്റുകൾ തിരുത്തണം. 2022 വേൾഡ് കപ്പിൽ കണ്ട ഹൈ പ്രസിംഗ് നടക്കണം. മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും സ്വതന്ത്രമായി കളിക്കണം. എല്ലാ ആശയത്തിനും ഒടുക്കം പ്ലേയിങ് 11-ലേക്ക് സ്കലോണി കണ്ടെത്തിയത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പെരഡസിനെയായിരുന്നു. പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിച്ച് ലിയാൻഡ്രോ പെരഡസ് അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. ലിയാൻഡ്രോ പെരഡസ് ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ 97% പാസ് അക്യുറസിയുമായി അർജന്റീനയ്ക്കു വേണ്ടി ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ താരം ലിയാൻഡ്രോ പെരഡസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ടച്ചുകൾ ചെയ്ത താരവും പെരഡസ് തന്നെയായിരുന്നു. 11 റിക്കവറികളാണ് താരം നടത്തിയതെന്ന് ഓർക്കുക. ഈജിപ്തിൻ്റെ മത്സരത്തിൻ്റെ 90-ാം മിനിറ്റിൽ നടന്ന മുന്നേറ്റം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ മുന്നേറ്റത്തിൽ അർജന്റീനയുടെ ഒരു ഡിഫൻഡർക്കു നേരെ 3 ഈജിപ്ത്യൻ താരങ്ങളാണ് പാഞ്ഞെടുത്തത്. സലാഹിനു നേരെ ഒരു ക്ലീൻ ടാക്കിൾ, ബോൾ റിക്കവറി, ഒരു കൗണ്ടർ അറ്റാക്കിനെ ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അർജന്റീനയുടെ ജീവവായുവായിരുന്നു പെരഡസ് തിരിച്ചു നൽകിയത്. ലിയാൻഡ്രോ പെരഡസിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയതിൻ്റെ ഉദ്ദേശം സ്കലോണിയുടേത് രണ്ടായിരുന്നു. ഒന്ന് എൻസോയെയും മാക്കലിസ്റ്ററിനെയും ഫ്രീ ആയി അറ്റാക്കിംഗ് തേർഡിൽ കളിക്കാൻ വിടുക. മറ്റൊന്ന് ഹൈ പ്രസിംഗ് ഫുട്ബോളിലേക്ക് അർജന്റീനയെ തിരികെ കൊണ്ടുവരിക. പക്ഷേ അപ്രതീക്ഷിതമായി വീണ ഗോളിൽ അർജന്റീനയുടെ 2 സ്വപ്നങ്ങൾക്കും പൊലിവായി. അർജന്റീന ക്ലച്ച് പിടിക്കും മുമ്പ് തന്നെ മത്സരത്തിൻ്റെ 15-ാം മിനിറ്റിൽ ഈജിപ്ത് വലകുലുക്കുന്നുണ്ട്. പ്രതീക്ഷകൾക്കുമേലുള്ള തിരിച്ചടിയായിരുന്നു അവിടെ സംഭവിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഈജിപ്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അർജന്റീന നിരന്തരം ഈജിപ്ത് ബോക്സിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഈജിപ്തിന്റെ കൗണ്ടർ അറ്റാക്കുകളായിരുന്നു. അർജന്റീന ഹൈലൈൻ ഡിഫൻസിനെ മറികടന്നുള്ള ഈജിപ്തിന്റെ കൗണ്ടർ അറ്റാക്കുകൾ അർജന്റീനയെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ഡിഫൻസിനെ കീറിമുറിച്ചുള്ള മുന്നേറ്റങ്ങൾക്കും അർജന്റീനയുടെ നെടുംതൂണായത് ലിയാൻഡ്രോ പെരഡസ് ആയിരുന്നു. ലിയാൻഡ്രോ പെരഡസിന്റെ ഒറ്റയാൻ പ്രകടനം പല തവണ കണ്ടു. അർജന്റീൻ ബോക്സിൽ നിന്ന് തന്നെ 7ഓളം റിക്കവറികളാണ് താരം നടത്തിയിട്ടുള്ളത്. മത്സരം 2-0 നിൽക്കുന്നതിനിടെ സ്കലോണി വരുത്തിയ 2 ചേഞ്ചുകളാണ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. മത്സരത്തിന്റെ 63-ാം മിനിറ്റിൽ അർജന്റീന ഒരു മികച്ച സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അർജന്റീൻ മധ്യനിരയിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാതിരുന്ന അർജന്റീനയുടെ എഞ്ചിനായ റോദ്രിഗോ ഡിപോളിനെ സ്കലോണി പിൻവലിക്കുകയാണ്. പകരം ഒരു മുന്നേറ്റനിര താരത്തെ ഇറക്കുന്നു. അതേ ലൗതാരോ മാർട്ടിനസിനെ കളത്തിലേക്ക് വിടുന്നു. പിന്നെ മറ്റൊന്ന്, ആദ്യ പകുതിയിൽ അർജന്റീനക്കായി നിരന്തരം ഓവർലാപ്പ് ചെയ്ത് ടയേർഡായ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയെ പിൻവലിച്ചുകൊണ്ട് നിക്കോ ഗോൺസലസ് എന്ന സ്കലോണിയുടെ ആയുധത്തെയും ഇറക്കുന്നു. മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ച 2 സബ്സ്റ്റിറ്റ്യൂഷനുകളായിരുന്നു ഇത്. പിന്നെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു മൊളീനക്കു പകരം മോണ്ടിയലിനെ കളത്തിലിറക്കിയത്. ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾ എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ലിയോ മെസ്സി നേടിയ 2-ാം ഗോളിൽ ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന പന്തിനെ കൃത്യമായി മറിച്ചു നൽകിയത് ലൗതാരോ മാർട്ടിനസ് ആയിരുന്നു. പന്ത് മെസ്സിയിലേക്ക് എത്തിച്ചത് മോണ്ടിയലായിരുന്നു. ഒടുവിൽ വഴിയായത് ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഷോട്ടായിരുന്നു. അർജന്റീന മത്സരത്തിൽ സമനില പിടിച്ച നിമിഷം. ഇനി മത്സരം അർജന്റീന കൈവെള്ളയിൽ ഒതുക്കിയ 3-ാം ഗോൾ കാണുക. പകരക്കാരനായി കളത്തിലിറങ്ങിയ നിക്കോ ഗോൺസലസിന്റെ റിക്കവറി, ഹൂലിയൻ ആൽവാരസിന്റെ മനോഹര ലോങ് ബോൾ, ഓടി പിടിച്ചെടുത്തത് പകരക്കാരനായി കളത്തിലിറങ്ങിയ ലൗതാരോ മാർട്ടിനസ്. ബോക്സിലേക്ക് 100% ആക്യുറേറ്റ് ആയ മനോഹരമായ ക്രോസ് കൊടുക്കുന്നതിൽ എത്ര കൃത്യതയാണ് ലൗതാരോ പാലിച്ചതെന്ന് ഓർക്കുക. നേരെ വന്നെത്തിയത് സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസിന്റെ തലയിലേക്ക്. എൻസോയുടെ തകർപ്പൻ ഹെഡർ ഗോളാകുന്നതോടെ മത്സരം ഗതി തന്നെ മാറ്റിമറിച്ച് അർജന്റീന വിജയത്തിലേക്ക് എത്തുന്നു. പെരഡസിനെ ഡിഫൻസീവ് മിഡിൽ ഇറക്കിയാൽ അലക്സ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും സ്വതന്ത്രമായി അറ്റാക്കിംഗ് തേർഡിൽ കളിക്കാനാകുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു എൻസോ ഫെർണാണ്ടസിൽ നിന്ന് പിറന്ന 3-ാം ഗോൾ. മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി മാത്രം ഗോൾ അടിക്കുമ്പോൾ അത് അർജന്റീനക്ക് വലിയ പണി കിട്ടുമെന്ന് സ്കലോണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മധ്യനിരയെയും അറ്റാക്കിംഗ് തേർഡിൽ വളരെ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പക്ഷേ തിരിച്ചടിയായത് ഈജിപ്തിന്റെ അപ്രതീക്ഷിതമായ ഒരു ഗോളാണ്. ആദ്യ ഗോൾ പിറന്നില്ലായിരുന്നുവെങ്കിൽ മത്സരം എപ്പോഴേ മാറിയേനെ. പിന്നെ ഈജിപ്ത് ഗോൾ കീപ്പറുടെ അപാര സേവുകളും അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. സ്കലോണി എന്ന ആശാനുണ്ടാകുമ്പോൾ അർജന്റീന ആരാധകർക്ക് വേവലാതിയില്ല. മത്സരം തിരികെ എത്തുമെന്ന പ്രതീക്ഷ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഉണ്ടാകും. മത്സരത്തിന്റെ 10 മിനിറ്റിൽ സ്കലോണി വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അവസാന ആ 10 മിനിറ്റിൽ അർജന്റീനയുടെ തിരിച്ചുവരവിന് കാരണം എന്തായിരുന്നു? 3 സബ്സ്റ്റിറ്റ്യൂഷനുകൾ. ഒരു മധ്യനിര താരത്തെ മാറ്റിക്കൊണ്ട് ഒരു മുന്നേറ്റനിര താരം ലൗതാരോയെ ഇറക്കുന്നു.
അദ്ദേഹം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നു. ഓടിത്തളർന്ന ടാഗ്ലിയാഫിക്കോയെയും നൗഹേൽ മൊളിനെയും വിങ്ങുകളിൽ നിന്ന് മാറ്റി ഒരു സൈഡിൽ ഡിഫൻസിൽ പ്രാതിനിധ്യം തെളിക്കുന്ന ഗോൺസലോ മോണ്ടിയലിനെയും മറുഭാഗത്ത് അറ്റാക്കിംഗ് തേർഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള നിക്കോ ഗോൺസലസിനെയും കളത്തിലേക്ക് ഇറക്കുന്നു. പിന്നെ കണ്ടത് 10 മിനിറ്റിനിടെ അർജന്റീനയുടെ ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഒരു വലിയ തിരിച്ചുവരവായിരുന്നു.